നമസ്കാരം ഏവർക്കും സാൻഫോർഡ് ഇലക്ട്രോണിക്സ് കസവുതട്ടം സീസൺ 2 പവർഡ് ബൈ ഡോക്ടർ സായി ഗണേഷ് മെഡിക്കൽ സെന്റർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടോട്ടിയിലാണ് മാപ്പിളപ്പാട്ടിന്റെ മഹാനായ മോയിൻകുട്ടി വൈദ്യർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ ഓർമ്മകൾ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ സാൻഫോർഡ് ഇലക്ട്രോണിക്സ് കസവുതട്ടം സീസൺ 2 പവർഡ് ബൈ ഡോക്ടർ സായി ഗണേഷ് മെഡിക്കൽ സെന്റർ. ഈ ആദ്യഘട്ട മത്സരത്തിൽ ഓരോ മത്സരാർത്ഥിക്കും ലഭിക്കുന്നത് 4 റൗണ്ടുകളാണ്. ഫിലിം ഓർ ഡ്രാമ സോങ് റൗണ്ട്, ചോയ്സ് റൗണ്ട്, ട്രഡീഷണൽ സോങ് റൗണ്ട് കൂടാതെ കല്യാണപ്പാട്ട്. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ദ വെരി ഹോണറബിൾ ജഡ്ജസ്. ആദ്യമായി ശ്രീ വി എം കുട്ടി മാസ്റ്റർ, ശ്രീ വി ടി മുരളി സർ, ആൻഡ് ഫൈനലി ലിജി ഫ്രാൻസിസ്. ഇനി സ്വാഗതം ചെയ്യാം ദ ടീം നാദബ്രഹ്മ ഓർക്കസ്ട്ര. സാൻഫോർഡ് ഇലക്ട്രോണിക്സ് കസവുതട്ടം സീസൺ 2 പവർഡ് ബൈ ഡോക്ടർ സായി ഗണേഷ് മെഡിക്കൽ സെന്റർ. വിന്നർ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡിഫൈൻ പെർഫ്യൂംസ് ഫ്രം സമാവ. ഈ എപ്പിസോഡിലെ ആദ്യ മത്സരാർത്ഥിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം റിജാസ്. ഹായ് റിജാസ്. നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിംഗ് വെരി സ്മാർട്ട്. റിജാസ് നാട്ടിലെവിടെയാ? കണ്ണൂരിൽ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ, 2 ജ്യേഷ്ഠന്മാർ, ഒരു അനുജൻ, ഒരു അനുജത്തി. എല്ലാരും സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? സെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യാണ്. എവിടെയാ? ദുബായില്. ഇന്ന് ഏത് റൗണ്ടില് പെർഫോം ചെയ്യുന്നത്? യുവർ ചോയ്സ്. യുവർ ചോയ്സ് റൗണ്ടിൽ ഏത് പാട്ടാ? ഇലാഹായ പുരാനോട്. നന്നായി പാട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. പോലെ പോറ്റി വളർത്തുമ്പോഴൊരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാക്കിനാവ് കാട്ടി. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോഴൊരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാക്കിനാവ് കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ ആർക്കും മട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി.
സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉണർത്തിച്ചോരി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ചു ചെയ്തി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിയിടുവാനായി ഉയർത്തി കത്തി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിയിടുവാനായി ഉയർത്തി കത്തി. ഉടനെ കർത്താവിൻ മറുപടി അത് വിടുത്തി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻകുട്ടി ഖലീലുള്ളാഹ്. വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻകുട്ടി ഖലീലുള്ളാഹ്. വേഗം ആടിനെ അറുത്തി ഇബ്രാഹിമിൻ ഹക്ക്. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. നല്ലൊരു പാട്ട്, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പാട്ടാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയെ കുറിച്ചുള്ള ഒരു പാട്ട് അല്ലേ? എങ്ങനെയായിരുന്നു? നന്നായി പാടിയോ? നന്നായി പാടി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ തന്നെ ചോദിക്കാം. വീൻകുട്ടി മാസ്റ്റർ, ഇത് ഒരു ഔട്ടർ റെക്കോർഡാണ് AV മുഹമ്മദ് സാഹിബിന്റെ. തിരങ്ങാടിക്കാരനായ KT മുഹമ്മദാണ് ഇതിന്റെ രചന എഴുതി നിർവഹിച്ചിട്ടുള്ളത്. ബാബുരാജാണ് ഇതിന്റെ സംഗീതം നൽകിയിട്ടുള്ളത്. ഈ ചരിത്രം ഇബ്രാഹിം നബിയുടെ ഒരു സ്വപ്നത്തെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്തിലുണ്ടായ ഒരു ഓമന കുഞ്ഞിനെ അറുക്കണം എന്നുള്ള സ്വപ്ന ദർശനമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ മനോധൈര്യം കാണിക്കുവാൻ ത്യാഗസന്നദ്ധനായി അദ്ദേഹം മകനെയും കൂട്ടി മിനാപർവ്വതത്തിലേക്ക് പുറപ്പെടുകയും അവിടെ ബലിക്കായി മലർത്തി കിടത്തിയ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞയുണ്ടായി, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതോടുകൂടി ആണ് ആ സംഭവമാണ് ഈ പാട്ടിലെ പ്രതിപാദ്യം. മോശമില്ലാതെ പാടി. താങ്ക് യു മാസ്റ്റർ. മുരളി മാഷെ, പാട്ട് മൊത്തത്തിലെ ഒരു ആ പാട്ടിൻ്റെ കാര്യങ്ങളോടൊക്കെ ഒരു നീതി പുലർത്തി. പക്ഷേ നമ്മൾ പഴയ ചില ആളുകൾ പാടി വെച്ചു എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെ പൂർണ്ണമായി അതേപടി അനുകരിക്കാൻ നിന്നാൽ ശരിയാവില്ല.
ഇപ്പൊ ഉദാഹരണത്തിന് ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി മകനായി എന്നൊക്കെ പറയുന്നത് ഇസ്നാനിൽ നബി എന്നൊക്കെ പാടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. എന്ന കനക കട്ടി പാടിയ അവസാനം കനക കട്ടി പാടിയേ. കനക കട്ടി കറക്റ്റ്. ഇപ്പൊ കറക്റ്റ്. അത് അങ്ങനെ മതി. എന്താണോ പാടുന്നത് അത് വ്യക്തമാവുക. മനസ്സിലായോ? പൊതുവെ നന്നായി പാടി. താങ്ക് യു സർ. കാണാനൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാഷെ. ചേച്ചി റിജാസ് ഒരു ബോളിവുഡ് സ്റ്റൈല് കാണുമ്പോ തന്നെ നല്ല തയ്യാറെടുപ്പിലല്ലേ വന്നത് കസവ് തട്ടത്തിൽ പാടാൻ വേണ്ടിട്ട്. എത്ര ദിവസം എടുത്ത് ഇതൊക്കെ ഇങ്ങനെ ശരിയാക്കാൻ? ഒരു ദിവസം. പിന്നെ പാട്ട് പാടുമ്പോ വാക്കുകള് ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് ശ്രദ്ധിക്കണം. ഒന്ന് ആ മലർമൊട്ട് പോലെയൊക്കെ പാടിയില്ലേ? മലർമൊട്ട് പോലെ പോറ്റി ഒരു ഈ അങ്ങനത്തെ ഒരു സ്റ്റൈല് വരാണ്ടേ ശരിക്കും ലേ പോലെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയും കൂടി പാടുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. ഓക്കെ. പിന്നെ എന്താ അഹദവൻ അങ്ങനെ അവിടെയൊക്കെ പാടിയപ്പോ ശരിക്കും ഇങ്ങനെ ഒരു ആൽബം സോങ് ഒക്കെ പാടുന്ന ഒരു സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ശ്രദ്ധിച്ചാ മതി, കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്. താങ്ക് യു ചേച്ചി. ഇനി മാർക്സ് അറിയാം. മീൻകുട്ടി മാസ്റ്റർ ഔട്ട് ഓഫ് 20 15. 15 on 20. മുരളി മാഷി ഔട്ട് ഓഫ് 20 ഞാനും 15 തന്നെ. 15 on 20. and ചേച്ചി ഔട്ട് ഓഫ് 10 ഈ സ്റ്റൈല് വന്നതുകൊണ്ട് 6. 6 on 10. വിജാസ് ടോട്ടൽ സ്കോർ 36 on 50. കുഴപ്പമില്ല, അടുത്ത റൗണ്ടിൽ കൂടുതൽ നല്ല പെർഫോമൻസുമായി എത്തുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.